ഭക്തിയും പ്രകൃതിയും ഒന്നായ കാഴ്ചകൾക്ക് പഞ്ഞമേതുമില്ലാത്ത തീർത്ഥയാത്രയാണ് പുല്ലുമേട് വഴി ശബരിമലയിലേക്കുള്ള യാത്ര. കല്ലും മുള്ളും ചവിട്ടി കാടും മേടും താണ്ടി അയ്യൻ്റെ പൂങ്കാവനത്തിലൂടെ സന്നിധാനത്തിലേക്കുള്ള യാത്ര. കയറിയും ഇറങ്ങിയും കിടക്കുന്ന പച്ചപ്പ് വിരിച്ച പർവ്വതനിരകളിലൂടെ പ്രകൃതിയെ അറിഞ്ഞുള്ള യാത്ര. ഈ യാത്ര പൂർണ്ണമായും പെരിയാർ കടുവ സങ്കേതത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ കാട്ടുമൃഗങ്ങളെ കണ്ടുപോകാൻ കഴിയുന്ന കാനനപാതയാണ് പുൽമേട് വഴിയുള്ള യാത്ര. വഴിയിൽ കാട്ടാനയും കടുവയും കാട്ടുപന്നിയും കാട്ടുപോത്തും എല്ലാം പോയതിന്റെ അടയാളങ്ങൾ കാണാൻ സാധിക്കും. പുൽമേട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുത്തനെയുള്ള ഇറക്കമാണ്. ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ശബരിമല സന്നിധാനവും പൊന്നമ്പലമേടും കാണാം. പുൽമേട് ഇറക്കം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഗാധമായ കൊക്കയുടെ അരികിലൂടെയുള്ള പാത, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മരങ്ങൾ. കാടിന്റെ ഭംഗിയാണ് തീർത്ഥാടകരെ ദുർഘടപരമായ ഈ കാനനപാത തെരഞ്ഞെടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. കല്ലും മുള്ളും കാലുക്കും എത്തുന്ന ശരണവിളി അറിയാൻ കാനനപാത വഴി വരണമെന്ന് തീർത്ഥാടകർ പറയുന്നു. സത്രത്തിൽ നിന്നും ഏകദേശം 16 കിലോമീറ്റർ ഉണ്ടായിരുന്നു ശബരിമല സന്നിധാനത്തേക്ക്. ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ഇങ്ങോട്ട് തീർത്ഥാടകരെ കടത്തിവിടാറില്ല. പോകുന്ന വഴിയിൽ നിറയെ അട്ടശല്യം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവിടെ ഓരോ സെക്കൻഡിലും കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ട് മഴ പൊടിയുന്നു, മഞ്ഞ് വരുന്നു, വീണ്ടും മഴ പെയ്യുന്നു. അങ്ങനത്തെ ഒരു കാലാവസ്ഥയായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സത്രം പുല്ലുമേട് വഴി അയ്യപ്പന്റെ പൂങ്കാവനത്തിലൂടെ സന്നിധാനത്തിലേക്ക് യാത്ര ചെയ്യണം. ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമായിരിക്കും അത്.